ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ഫസ്റ്റ് വ്ലോഗ്. ഇന്ന് ഞങ്ങൾ ഓസ്ട്രേലിയയിലെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ സമ്മർ സീസൺ ആട്ടോ. ഇന്നത്തെ വെതർ നല്ല ഹോട്ടാണ്. അപ്പോൾ നമ്മൾ സ്ഥലം എത്താറായേ. ഇന്നിവിടെ ഹോളിഡേ ആണ്, അതുകൊണ്ട് പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സ്ഥലം എത്തിയിട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഗ്രൗണ്ട്സ് ഓഫ് അലക്സാൻഡ്രിയ. ഈ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പണ്ട് കാലത്തൊരു പൈ ഫാക്ടറി ആയിരുന്നു. പൈ ഇസ് നത്തിങ് ബട്ട് ആൻ ഓസ്ട്രേലിയൻ സേവറി. ഈ പ്ലേസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഓരോ ടൈമിലും ഇവിടെ തീം ഡിഫറെൻ്റ് ആണ്, ബേസ്ഡ് ഓൺ ഡിസ്നി മൂവീസ്. ഇന്നത്തെ തീം സിൻഡർല മൂവിനെ ബേസ് ചെയ്താണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി കാണാം. കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന്. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ഫെയറി ടെയിൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആവുന്ന പോലെയാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇവിടെ ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഫോട്ടോ എടുക്കാനും കളിക്കാനൊക്കെ. സിൻഡർല മൂവിയിൽ യൂസ് ചെയ്തേക്കുന്ന കോസ്റ്റ്യൂംസും ആക്സസറീസും ഒക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ പാത്ത് വേ കൂടെ നടന്ന് ഉള്ളിലേക്ക് എത്തിയപ്പോൾ സ്നോ വീഴാൻ തുടങ്ങി. ആ മൂവിയുടെ ഫീൽ ടോട്ടലി റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവരിതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളൊരു ഫ്ലവർ ഷോപ്പ് കണ്ടു. നല്ല ഡ്രൈ ഫ്ലവേഴ്സൊക്കെ ഇവിടെ സെല് ചെയ്യുന്നുണ്ട്. കോസ്റ്റും വളരെ റീസണബിളാണ്. ഇത് പല ടൈപ്പ് ഫങ്ഷൻസിന് ലൈക്ക് വെഡ്ഡിങ്സ്, ബർത്ത്ഡേസ്, അതിനെല്ലാം ഈ ഫ്ലവേഴ്സ് യൂസ് ചെയ്യും. ഈ ഒരു ഏരിയ യൂഷ്വലി പ്രൈവറ്റ് ഇവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. നേരെ കാണുന്നില്ലേ, അതൊരു സ്പെഷ്യൽ പ്ലേസ് ആട്ടോ. നമ്മൾ പണ്ട് ഇംഗ്ലീഷ് ഹൈസ്കൂൾ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലൊരു സ്ഥലമാണ്. അറ്റൻഷൻ ടു ഡീറ്റെയിലിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആട്ടോ അത്. ആ ലൈറ്റിങ്ങും ആ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ കണ്ടില്ലേ, എന്ത് മനോഹരമാണ്. സിൻഡ്രല മൂവിയിലെ പംകിൻ കാരേജിൻ്റെ ഒരു വലിയ പ്രോപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് ദ ഗ്രൗണ്ട്സ് മണി ബോക്സ്, ATM. പിന്നെ ഇവിടെ ഫ്രഷ്ലി ബേക്ക്ഡ് ഡോണറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ, ആളുടെ ഡോഗിനെ ഫോട്ടോ എടുപ്പിക്കാൻ നോക്കുക. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു കഫേയുടെ ഉള്ളിലേക്ക് കയറുവാണ്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി കാണാം. ഈ കഫേയോട് ചേർന്ന് തന്നെ ഒരു ഓർഗാനിക് ഫാം ഉണ്ട് കേട്ടോ. നമ്മൾ കഴിച്ച ഫുഡിൻ്റെ പിക്സൊക്കെ ഈ വ്ളോഗിൻ്റെ ലാസ്റ്റ് ഇടാവേ. നേരത്തെ ഒരു ഡോണറ്റ് വാൻ കാണിച്ചില്ലേ, അതുപോലെ ഒരു ഫ്രഷ് ലെമണേഡ് സ്റ്റോൾ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഈ സിമ്പിൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.